ടെക്ട്രവാൻഡ്രം യൂട്യൂബ് ചാനലിലെ ലിനക്സ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ സീരീസിലെ 13ാമത്തെ സെഷനാണ്. അപ്പോൾ 12ാമത്തെ സെഷനിൽ നമ്മൾ നോക്കിയത് VI എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററിനെ കുറിച്ചാണ് നമ്മൾ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ 12ാമത്തെ സെഷനിൽ, അതായത് ഇതിന് തൊട്ട് മുൻപുള്ള സെഷനിൽ VI എന്ന് പറഞ്ഞ എഡിറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് കുറച്ച് കൂടുതലായിട്ട്, അതായത് VIയുടെ കുറച്ച് കമാൻഡ്സ് ആണ് നമ്മളിന്ന് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ VI എന്ന് പറയുന്ന ഒരു എഡിറ്ററിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് എങ്കിലും നമ്മളത് പഠിച്ച് വയ്ക്കണം VIയുടെ, എന്നാൽ മാത്രമേ നമുക്ക് അതിൽ വർക്ക് ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. VI കമാൻഡ്സ് ആണ് നമ്മളിപ്പം നോക്കി തുടങ്ങാൻ പോകുന്നത്, VI എഡിറ്ററിൻ്റെ കമാൻഡ്സ്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, VIയുടെ കമാൻഡ്സ് എല്ലാം തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാപിറ്റൽ എക്കുള്ള സെയിം ഫംഗ്ഷൻ ആയിരിക്കില്ല സ്മോൾ എക്കുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക ഇതിൻ്റെ കമാൻഡ്സ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കമാൻഡ് മോഡ് നമ്മൾ ആദ്യം കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു, ബേസിക് കാര്യങ്ങൾ നോക്കിക്കൂട്ടത്തിൽ കണ്ടിരുന്നു. VI എഡിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ബൈ ഡിഫോൾട്ട് കമാൻഡ് മോഡിലായിരിക്കും അത് സ്റ്റാർട്ടായി വരുന്നത്. അപ്പോൾ നമുക്കത് ഇൻസെർട്ട് മോഡിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ I ആണ് നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ കമാൻഡ് മോഡിൽ നിന്ന് ഇൻസെർട്ട് മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ I കൂടാതെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വേറെയും ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണ് നമുക്കൊന്ന് നോക്കിയിട്ട് പ്രാക്ടിക്കലി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം I എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കി മനസ്സിലാക്കിയിരുന്നു. അതായത് I എന്ന ലെറ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് ബിഫോർ ദ കറണ്ട് ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അതായത് I പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇൻസെർട്ട് മോഡിലായിട്ട് പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ കറൻ്റ്ലി കേഴ്സർ നിൽക്കുന്ന ക്യാരക്ടർ ഏതാണോ അതിന് തൊട്ട് മുൻപാണ് ആക്ച്വലി വരുന്നത്, എൻട്രായി വരുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സ്. അതാണ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതേ സ്ഥാനത്ത് ക്യാപിറ്റൽ I ആണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കറണ്ട് ലൈൻ. കേഴ്സർ ആ ഒരു ലൈനിൽ എവിടെ നിന്നാലും ഏറ്റവും ആദ്യം പോകും കേഴ്സർ, എന്നിട്ട് അവിടെ മുതലാണ് പിന്നീട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ടൈപ്പായി വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ സ്മോൾ ലെറ്റർ A ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് അറ്റ് ദ കറണ്ട് ക്യാരക്ടർ. നമ്മൾ ആ നിൽക്കുന്ന ക്യാരക്ടർ കേഴ്സർ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് മുതൽ തന്നെ ടൈപ്പായി എൻ്ററായി തുടങ്ങും. ക്യാപിറ്റൽ A ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ കേഴ്സർ എവിടെയാണോ നിൽക്കുന്ന ആ ലൈനിൻ്റെ എൻഡ് ഓഫ് കറണ്ട് ലൈൻ, ആ ലൈനിൻ്റെ ഏറ്റവും എൻഡിൽ കേഴ്സർ പോവുകയും പിന്നീട് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലെറ്റേഴ്സ് എല്ലാം അവിടെ മുതൽ ആയിരിക്കും എൻ്ററായി വരുന്നത്. സ്മോൾ ലെറ്റർ O ആണെങ്കിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് ആണ് ന്യൂ ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അതിന് തൊട്ട് താഴെ ഒരു ലൈനിൽ പോയിട്ട് കേഴ്സർ പോവുകയും അവിടെ മുതലായിരിക്കും എൻ്റർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഫീഡായി വരുന്നത്. അതേസമയം ക്യാപിറ്റൽ O ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലൊരു ലൈനിൽ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ആയിരിക്കും പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈപ്പായി തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് കമാൻഡ് മോഡിൽ നിന്ന് ഇൻസെർട്ട് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബൈ ഡിഫോൾട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു സ്മോൾ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ സ്മോൾ ലെറ്റർ I മാത്രമാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്കി ഇപ്പോൾ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കൊന്ന് ലാബ് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഓൾറെഡി ഡെസ്ക്ടോപ്പിലുള്ള ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് ഫയൽ എന്നുള്ളൊരു ടെക്സ്റ്റ് ഫയൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. VI ഞാൻ ആ ഫയലിൻ്റെ നെയിം കൊടുക്കുകയാണ്. ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ലൈൻസ് ഓൾറെഡി ഫീഡ് ചെയ്തിട്ടിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ കമാൻഡ്സ് ഒന്ന് കൊടുത്തു നോക്കാം. ഇൻസെർട്ട് മോഡിലോട്ട് കൊണ്ടുപോകേണ്ട കമാൻഡ്സ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഇത് ഓപ്പണായി വരുമ്പോൾ കമാൻഡ് മോഡിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ബൈ ഡിഫോൾട്ട് നമ്മൾ ആദ്യം കണ്ടതുപോലെ സ്മോൾ ലെറ്റർ I ആണ് നമ്മൾ അടിക്കുന്നത് ഇൻസെർട്ട് മോഡിലോട്ട് പോകാൻ. ഞാനിപ്പോൾ I പ്രസ് ചെയ്യുകയാണ്. I പ്രസ് ചെയ്ത് കഴിഞ്ഞു. I പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പം L എന്ന് പറഞ്ഞൊരു ലെറ്റർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ L ഞാൻ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ L ടൈപ്പ് ചെയ്തപ്പോൾ അത് വന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, W-ന് തൊട്ട് മുമ്പാണ് വന്നത്. വെൽക്കം എന്നുള്ള വേർഡിന് തൊട്ട് മുമ്പാണ് വന്നത്. കാരണം കേഴ്സർ ഓൾറെഡി നിന്ന W-ലാണ്. അപ്പം I ആണ് നമ്മൾ ഇൻസെർട്ടിന് വേണ്ടി കൊടുക്കുന്നതെങ്കിൽ കറണ്ട് ക്യാരക്ടറിന് ബിഫോറാണ് പിന്നീട് ഇൻസെർട്ടായി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്തു, കമാൻഡ് മോഡിലോട്ട് തന്നെ പോയി. ഇനി നമുക്ക് ക്യാപിറ്റൽ I ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് നോക്കാം. സ്റ്റാർട്ട് ടൈപ്പിംഗ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കറണ്ട് ലൈനാണ്. അപ്പോൾ ക്യാപിറ്റൽ I ആണെങ്കിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കറണ്ട് ലൈനാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഇത് വേറെ കുറച്ചിങ്ങോട്ട് നീക്കി വയ്ക്കാം കേഴ്സർ. ഇപ്പോൾ H-ലാണ് കേഴ്സർ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ക്യാപിറ്റൽ I കൊടുക്കുകയാണ്. ക്യാപിറ്റൽ I ഞാൻ കൊടുക്കുന്നതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കീബോർഡിൽ I ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ
കൊടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പം കേഴ്സർ പെട്ടെന്ന് വന്നു, ആ ഒരു ലൈൻ്റെ ബിഗിനിങ്ങിൽ വന്നു. ഇൻസെർട്ട് മോഡിലാണ് അത് വന്നിരിക്കുന്നത്. ഞാനിപ്പം ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ദിസ് എന്നും പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്, THIS. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ആ ബിഗിനിങ്ങിലാണ് നമ്മളിപ്പം ആ ഒരു ടൈപ്പിംഗ് വന്നിരിക്കുന്നത് എൻ്റർ ചെയ്തപ്പോൾ. അതായത് ക്യാപിറ്റൽ ഐ ആണ് കൊടുക്കുന്നതെങ്കിൽ കറണ്ട് ലൈനിൻ്റെ ഏറ്റവും ഫസ്റ്റ് വരും. വീണ്ടും ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്തു, കമാൻഡ് മോഡിലോട്ട് പോയി. ഇനി നമുക്ക് സ്മോൾ എ എന്താണെന്ന് നോക്കാം. സ്മോൾ എ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ക്യാരക്ടർ ഇപ്പം കേഴ്സർ നിൽക്കുന്നത്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് മനസ്സിലാവുന്നതിന് ഞാനിപ്പോൾ എമ്മിൻ്റെ അവിടെ കൊണ്ടുവച്ചു, വെൽക്കമിൻ്റെ എമ്മിൻ്റെ അവിടെ കൊണ്ടുവച്ചു കേഴ്സർ. ഞാൻ എ ആണ് പ്രസ് ചെയ്യുന്നത് ഇൻസെർട്ട് മോഡിലോട്ട് പോകാനായിട്ട്. ഞാനിപ്പോൾ പ്രസ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഓൾറെഡി അത് ഒരു ക്യാരക്ടർ മാറി. സ്റ്റാർട്ട് ആഫ്റ്റർ ദ കറണ്ട് ക്യാരക്ടറാണ്. അപ്പോൾ എമ്മിൽ നിന്നത് ഒരു ക്യാരക്ടർ മാറി ഇയിൽ വന്നു. ഇനി ഞാനിപ്പോൾ വൈ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇപ്പം ഫോർ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യുകയാണ്. കണ്ടില്ലേ? ഇപ്പോൾ എമ്മിലാണ് ഓൾറെഡി ആദ്യം കേഴ്സർ നിന്നത് കമാൻഡ് മോഡിലായിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ എ എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്തു, ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ എന്നിട്ട് ടൈപ്പ് ചെയ്ത ക്യാരക്ടർ എമ്മിന് ശേഷമാണ് വന്നത്, ആഫ്റ്ററാണ് വന്നത്. ഓക്കെ, വീണ്ടും ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്തു. ഇപ്പോൾ വീണ്ടും കമാൻഡ് മോഡിലോട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എ പ്രസ് ചെയ്യണം, അതായത് ക്യാപിറ്റൽ എ കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എ കൊടുത്തപ്പം കറണ്ട് ലൈനിലെ എൻഡിലോട്ട് കേഴ്സർ വന്നു. അപ്പോൾ ഇനി അടിക്കുന്നതെല്ലാം അതിൻ്റെ എൻഡിലാണ് വരുന്നത്. കണ്ടില്ലേ? ഞാൻ വീണ്ടും എസ്കേപ്പ് കീ പ്രസ് ചെയ്തു, കമാൻഡ് മോഡിലോട്ട് പോയി. ഇനി സ്മോൾ ലെറ്റർ ഒ ആണ് ഞാൻ പ്രസ് ചെയ്യാൻ പോകുന്നത്. സ്മോൾ ലെറ്റർ ഒ ഞാൻ പ്രസ് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ അടുത്ത ഒരു ലൈനിലോട്ട് വന്നു. ഇനി അടിക്കുന്നതെല്ലാം അടുത്ത ലൈനിലോട്ട് പുതിയ ലൈനിൽ വരും. ഓക്കെ, വീണ്ടും ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്തു, വീണ്ടും കമാൻഡ് മോഡിലോട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ക്യാപിറ്റൽ ഒ ആണ് ഞാൻ പ്രസ് ചെയ്യുന്നത് ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ ഒ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ബിഫോർ ആണ് വന്നത്, ബിഫോർ ദ കറണ്ട് ലൈനിലാണ് പുതിയൊരു ലൈൻ വന്നത്. ഇനി ടൈപ്പ് ചെയ്യുന്നതെല്ലാം അവിടെ വരും. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ് നമുക്ക് കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ളത്. ഇത്രയും കമാൻഡ്സാണ് ഉള്ളത്. അപ്പോൾ ഓരോ കമാൻഡ്സിനും അതിൻ്റേതായിട്ടുള്ള വിശേഷതകളുണ്ട്. ഇത് ഈ പറഞ്ഞ കമാൻഡ്സ് എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ അയച്ചു തരുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്താം. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഓൾറെഡി അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിലിതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കാം, ഈ ഫയൽസ് എല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ്, ടു മൂവ് അറൗണ്ട് എ ഫയൽ. അപ്പോൾ ഒരു ഫയൽ എഡിറ്റിംഗ് മോഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മുകളിലോട്ട് ഒരു മുകളിലെ ലൈനിലോട്ട് എങ്ങനെ പോവാം, താഴോട്ട് എങ്ങനെ കേഴ്സർ കൊണ്ടുവരാം, ലെഫ്റ്റിലോട്ട് എങ്ങനെ പോവാം, റൈറ്റിലോട്ട് എങ്ങനെ പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടു മൂവ് അറൗണ്ട് എ ഫയലിൽ നമുക്ക് നോക്കേണ്ടത്. മൂവ് ഡൗൺവേർഡ്സ് ആണ്. ഇപ്പോൾ കേഴ്സർ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും തൊട്ട് താഴത്തെ ലൈനിലോട്ട് വരണമെങ്കിൽ സ്മോൾ ലെറ്റർ ജെ ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് അപ്വേർഡ് ആണ്, മുകളിലോട്ട് പോകും. ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ എച്ചും റൈറ്റിലോട്ട് പോകണമെങ്കിൽ എല്ലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. അത് ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കേഴ്സർ കാണാൻ സാധിക്കും, ട്രിവാൻഡ്രത്തിൻ്റെ ടീഡ് അവിടെയാണ് ഇരിക്കുന്നത്. ഇനി എനിക്ക് മൂവ് ഡൗൺവേർഡ്സ് ഒരു ലൈൻ താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇതിപ്പോൾ കമാൻഡ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇൻസെർട്ട് മോഡൊന്നും ആയിട്ടില്ല, കാരണം കമാൻഡാണ് നമുക്ക് ഫീഡ് ചെയ്യേണ്ടത്. ഒരു ലൈൻ താഴെ വരണമെങ്കിൽ ഇപ്പോൾ സ്മോൾ ലെറ്റർ ജെ ആണ് കൊടുക്കുന്നത്. കണ്ടില്ലേ? താഴത്തെ ലൈനിലോട്ട് വന്നു. ഒന്നുകൂടെ ഞാൻ ജെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴത്തെ ലൈനിലോട്ട് വന്നു. ഒന്നുകൂടെ ജെ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരാനായിട്ട് ഇല്ല ലൈന്. ഓക്കെ, ഇനി മൂവ് അപ്വേർഡ്സ് ആണെങ്കിൽ കെ പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തപ്പോൾ വീണ്ടും മുകളിലത്തെ ലൈനിലോട്ട് പോയി, ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ വീണ്ടും മുകളിലത്തെ ലൈനിലോട്ട് പോയി. ഓക്കെ, പിന്നീട് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ എച്ച് ആണ് പ്രസ് ചെയ്യേണ്ടത്. കണ്ടോ? ഓരോ എച്ച് പ്രസ് ചെയ്യുമ്പോഴും ഓരോ ക്യാരക്ടർ ലെഫ്റ്റിലോട്ട് പോകും. അതുപോലെ നമുക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എല്ല് പ്രസ് ചെയ്യണം, അപ്പം റൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു കേഴ്സർ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗണിലോട്ട് മൂവ് ചെയ്യുന്നതിനുള്ള കമാൻഡ്സ്. JKHL ഇങ്ങനെയുള്ളതാണ് ഈ പർപ്പസിന് വേണ്ടിയിട്ടുള്ള 4 കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ടു ജമ്പ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമാൻഡ് ഉണ്ട്. അതായത് ക്യാപിറ്റൽ G ആണ് അതിന് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഡയറക്റ്റ് ടു അറ്റ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ ഫയൽ. നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞാലും ഏത് ലൈനിൽ നിന്നാലും ഒറ്റയടിക്ക് ലാസ്റ്റ് ലൈനിലോട്ട് വരും ക്യാപിറ്റൽ G കൊടുത്തു കഴിഞ്ഞാൽ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽക്കമിൻ്റെ സീഡ് അവിടെയാണ് കേഴ്സർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലൈനിലോട്ട് വരണമെങ്കിൽ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് G കീ പ്രസ് ചെയ്യാൻ പോവുകയാണ്, കാരണം ക്യാപിറ്റൽ G ആണ് കമാൻഡായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, കണ്ടില്ലേ? ഏറ്റവും ലാസ്റ്റ് ലൈനിൽ ബിഗിനിങ്ങിൽ വന്നു നമുക്ക് ക്യാപിറ്റൽ G കൊടുത്തപ്പോൾ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ലാസ്റ്റ് ലൈനിലോട്ട് നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ G ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ്. അപ്പോൾ ഇത്രയും കമാൻഡ്സാണ് മെയിനായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ളത്. അതായത് സ്മോൾ ലെറ്റർ എക്സ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്ത കറണ്ട് ക്യാരക്ടറാണ്. അതായത് കേഴ്സർ നിൽക്കുന്ന അവിടുത്തെ ക്യാരക്ടർ ഏതാണോ അത് ഡിലീറ്റ് ആയി പോകും. ഇനി ക്യാപിറ്റൽ എക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിലീറ്റ് ദ ക്യാരക്ടർ ബിഫോർ ദ കേഴ്സറാണ്. കേഴ്സർ നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ക്യാരക്ടർ ഡിലീറ്റ് ആയി പോകും.
സ്മോൾ ലെറ്റർ ആറാണ് കൊടുക്കുന്നതെങ്കിൽ റീപ്ലേസ് ദ കറണ്ട് ക്യാരക്ടറാണ്. ആ കറണ്ട് ക്യാരക്ടർ റീപ്ലേസ് ആയി പോകും. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്മോൾ ലെറ്റർ ഡി 2 പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. സ്മോൾ ലെറ്റർ ഡി ക്യാപിറ്റൽ ലെറ്റർ ഡി ആണെങ്കിൽ ഡിലീറ്റ് ദ കറണ്ട് ലൈൻ ഫ്രം ദ കറണ്ട് ക്യാരക്ടർ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ. കറണ്ട് നിൽക്കുന്ന ക്യാരക്ടർ ഏതാണോ അത് മുതൽ എൻഡ് ഓഫ് ദ ലൈൻ വരെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം ഇത്രയും കമാൻഡ്സ്. ഇപ്പം നമുക്ക് കേഴ്സർ ക്യാപിറ്റൽ ടിയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഡിലീറ്റ് ദ കറണ്ട് ക്യാരക്ടർ ആണെങ്കിൽ കമാൻഡ് മോഡിൽ തന്നെ നിന്നുകൊണ്ട് സ്മോൾ ലെറ്റർ എക്സ് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ ആ ക്യാപിറ്റൽ ടി അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഇനി ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ ഡിലീറ്റ് ദ കറണ്ട് ക്യാരക്ടർ ബിഫോർ ദ കേഴ്സറാണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കേഴ്സർ 2ൻ്റെ ഓയിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ എക്സ് ഞാൻ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ടി ആണ് പോയത്, അതായത് തൊട്ട് മുമ്പുള്ള ക്യാരക്ടറാണ് പോയത് ക്യാപിറ്റൽ എക്സ് പ്രസ് ചെയ്തപ്പോൾ. പിന്നെ 6 നമുക്ക് പ്രസ് ചെയ്യാം. 6 പ്രസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ 2 തവണ ആദ്യത്തെ 6 ഞാനൊന്ന് പ്രസ് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത വീണ്ടും ഞാൻ 6 തന്നെ അടിച്ചുകൊണ്ടാണ് അവിടെ 6 വന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ആ ഒരു കറണ്ട് ക്യാരക്ടർ എൻ്റെ പുറത്ത് വെച്ചിട്ട് 6 അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ റീപ്ലേസ് ആയി രണ്ടാമത് അടിക്കുന്ന ലെറ്റർ ഏതാണോ അത് അവിടെ വരും. പിന്നീട് നമുക്ക് ഡി എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. അതായത് ഒരു എൻ്റയർ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഡി ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. കണ്ടില്ലേ, ആ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയിപ്പോയി ഞാൻ സ്മോൾ ലെറ്റർ ഡി എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ സീരീസിൻ്റെ എസിൻ്റെ അവിടെ കൊണ്ട് കേഴ്സർ വെച്ചു. ഇനി നമുക്ക് ക്യാപിറ്റൽ ഡി ഒന്ന് കൊടുത്തു നോക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഡി ഞാൻ പ്രസ് ചെയ്യുകയാണ്. കണ്ടില്ലേ, നമ്മൾ ആ കേഴ്സർ നിൽക്കുന്ന അവിടെ നിന്നുകൊണ്ട് ആ ലൈനിൻ്റെ എൻഡ് വരെയുള്ളത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിനക്സിൻ്റെ എല്ലിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടാണ് ക്യാപിറ്റൽ ഡി കൊടുത്തതെങ്കിൽ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് കേഴ്സർ എവിടെ നിൽക്കുന്നു അത് മുതൽ ബാക്കി ആ ലൈനിൻ്റെ എൻഡ് വരെയുള്ളത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. ഇനി നമുക്ക് അടുത്തത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുവിൻ്റെ വൈയിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഡി ക്യാപിറ്റൽ ജി എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് സ്മോൾ ലെറ്റർ ഡി ക്യാപിറ്റൽ ജി, സ്മോൾ ലെറ്റർ ഡി ക്യാപിറ്റൽ ജി കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കറണ്ട് ലൈൻ മുതൽ ഫയലിൻ്റെ എൻഡ് വരെ, കറണ്ട് കേഴ്സർ നിൽക്കുന്ന ലൈൻ മുതൽ ഫയലിൻ്റെ എൻഡ് വരെ. അപ്പോൾ നമുക്കിവിടെ 2 ലൈൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ആ ആദ്യത്തെ ലൈനിൽ കേഴ്സർ നിന്ന് മുതൽ അവസാനത്തെ ലൈൻ വരെയുള്ളത് കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ആയി പോയി. അതായത് സ്മോൾ ലെറ്റർ ഡി ക്യാപിറ്റൽ ജി. അത് ഞാനിപ്പം സ്ലൈഡ് പറഞ്ഞ കൂട്ടത്തിൽ അതില്ല, അതൊരു എക്സ്ട്രാ ഇൻഫർമേഷനാണ്. നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് നോക്കി നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത റിപ്പീറ്റും അൺഡുവും ചെയ്യാനുള്ള 2 കമാൻഡ്സ് ഉണ്ട്. അതൊന്ന് യു ആണ്. യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡു കമാൻഡിന് ഇക്വലൻ്റ് ആണ്. അൺഡു ദ ലാസ്റ്റ് കമാൻഡ് എന്താണോ ചെയ്തത് അതിന് അൺഡു ആയിട്ട് വരും. പിന്നെ ഒരു ഡോട്ട് വെറുതെ ഇടുകയാണെങ്കിൽ റിപ്പീറ്റ് ദ ലാസ്റ്റ് കമാൻഡിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യിക്കണം. അതായത് നമ്മൾ സാധാരണ ഇപ്പം ടെക്സ്റ്റ് എഡിറ്റർ മൈക്രോസോഫ്റ്റ് വേർഡിലെല്ലാം ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ യു കമാൻഡ് മോഡിൽ യു കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കമാൻഡ് എഫക്റ്റീവ് ആവാതെ പുറകോട്ട് പോകും. ഇനി ഒരു ഡെസിമൽ മാത്രം നമ്മളൊരു ഡോട്ട് ഇടുകയാണെങ്കിൽ ലാസ്റ്റ് കമാൻഡ് ഏതാണോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അൺഡുവും റീഡുവും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ലാബ് സെഷൻ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്ത് നോക്കിയാൽ മതിയാകും. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്ത നമുക്ക് കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. അപ്പോൾ ഏതൊരു ടെക്സ്റ്റ് എഡിറ്റർ ആയിരുന്നാലും ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. കട്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ഇവിടെയും ഉണ്ട്. അതായത് 2 തവണ സ്മോൾ ലെറ്റർ ഡി അടിക്കുകയാണെങ്കിൽ ആ ഒരു ലൈൻ ഏതാണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. അത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മുമ്പ് നമ്മൾ ഡിലീറ്റിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ 2 തവണ സ്മോൾ ലെറ്റർ ഡി അടിക്കുകയാണെങ്കിൽ കേഴ്സർ നിൽക്കുന്ന ലൈനാണോ അല്ലെ ഏതാണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. ഇനി അടുത്തത് 2 തവണ സ്മോൾ ലെറ്റർ വൈ പ്രസ് ചെയ്യുകയാണെങ്കിൽ കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് കോപ്പി എ ലൈനാണ്. അതായത് യാങ്ക് എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഇതിൽ വി എയുടെ ഒരു ഇതിൽ പറയുമ്പോൾ നമ്മൾ യാങ്ക് എന്നാണ് അതിന് പറയുന്നത്. അതായത് ആ ലൈൻ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്തിട്ട് പിന്നീട് പേസ്റ്റ് ചെയ്യുന്നതിന് 2 ഓപ്ഷൻസാണ് ഉള്ളത്. സ്മോൾ പി ആണ് അടിക്കുന്നതെങ്കിൽ കറണ്ട് ലൈനിൽ ഏത് ലൈനിലാണോ നിൽക്കുന്നത് അതിന് അടുത്ത ലൈനിലായിട്ടായിരിക്കും പേസ്റ്റായി വരുന്നത്. ഇനി ക്യാപിറ്റൽ പി ആണ് അടിക്കുന്നതെങ്കിൽ നിൽക്കുന്ന ലൈനിൽ നിന്നോ, അതായത് യാങ്ക് ചെയ്ത ലൈനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ കേഴ്സർ നിൽക്കുകയാണെങ്കിൽ ആ കറണ്ട് ലൈനിന് മുമ്പുള്ള ലൈനിലോട്ടായിരിക്കും പേസ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സെക്കൻഡ് ലൈനിലാണ് കേഴ്സർ നിൽക്കുന്നത്. ഡിലീറ്റ് ചെയ്യാനുള്ള 2 സ്മോൾ ഡി അടിക്കുന്ന ഓപ്ഷൻ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. യാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ലൈൻ കംപ്ലീറ്റ് സെക്കൻഡ് ലൈൻ കോപ്പി ചെയ്യാനായിട്ട് ഞാൻ സ്മോൾ ലെറ്റർ വൈ 2 തവണ പ്രസ് ചെയ്യുകയാണ്. വൈ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പി പ്രസ് ചെയ്യുകയാണ്. പി പ്രസ് ചെയ്താൽ കണ്ടില്ലേ, ആ നിൽക്കുന്ന ലൈനിൽ തൊട്ടടുത്ത ലൈനിലോട്ട് ആ കോപ്പി ചെയ്ത് യാങ്ക് ചെയ്ത ലൈന് പേസ്റ്റായി വന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ. ഇനി നമുക്ക്
ഇവിടെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇവിടെ കേഴ്സർ കൊണ്ട് വെച്ചു. ഏറ്റവും യാങ്ക് ചെയ്തത് സെക്കൻഡ് ലൈനിലാണ്, അതായത് വാട്ട് യു ആർ വാച്ചിങ് ഈസ് ലിനക്സ് എന്നുള്ളൊരു ലൈനിലാണ് ഞാൻ യാങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കേഴ്സർ ഞാനിപ്പോൾ ഫസ്റ്റ് ലൈനിൽ കൊണ്ടുവച്ചു. ഇനി ഞാൻ ക്യാപിറ്റൽ പി പ്രസ് ചെയ്യുകയാണ്, ഇവിടെ ഷിഫ്റ്റ് പി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, അതിന് മുകളിലുള്ള ലൈനിലോട്ടാണ് പേസ്റ്റ് ആയത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ക്യാപിറ്റൽ പി ആണ് കൊടുക്കുന്നതെങ്കിൽ ആ നിൽക്കുന്ന ലൈനിൽ നിന്ന് തൊട്ട് മുകളിലുള്ള ലൈനിലോട്ട് പേസ്റ്റ് ആവും. സ്മോൾ പി ആണെങ്കിൽ നിൽക്കുന്ന ലൈനിൽ നിന്നും താഴത്തെ ലൈനിലോട്ട് യാങ്ക് ചെയ്ത് വെച്ച ലൈന് പേസ്റ്റ് ആവും. അപ്പോൾ ഇതാണ് ഈ കോപ്പി ചെയ്യുന്നതിനും പേസ്റ്റ് ചെയ്യുന്നതിനുള്ള രണ്ട് ഓപ്ഷൻസ്. അടുത്തത് മൂവ് ഫോർവേഡ് ഓർ ബാക്ക്വേഡ് ആണ്. ഇപ്പോൾ ഡബ്ല്യു ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു വേർഡ് കേഴ്സർ നിൽക്കുന്ന എവിടെയാണോ അത് കഴിഞ്ഞ് ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ആവും കേഴ്സർ. ബി ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്വേഡ് മൂവ് ആവും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് വേർഡ്സ് മൂവ് ചെയ്യണമെങ്കിൽ, ഫോർവേഡ് മൂവ് ചെയ്യണമെങ്കിൽ ആ നമ്പർ ഇപ്പം 3 വേർഡ്സാണ് എനിക്ക് മുമ്പോട്ട് മൂവ് ചെയ്ത് കേഴ്സർ എത്തണ്ടെങ്കിൽ 3 എന്ന് കൊടുത്തിട്ട് 3 കൊടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡബ്ല്യു ഒരുമിച്ച് കൊടുക്കുക. 3W എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 വേർഡ്സ് മുമ്പോട്ട് ഫോർവേഡ് മൂവ് ചെയ്യും. ഇനി DW കൊടുക്കുകയാണെങ്കിൽ ഒരു വേർഡ് ഡിലീറ്റ് ആവും. അതുപോലെ YW കൊടുക്കുകയാണെങ്കിൽ ഒരു വേർഡ് കോപ്പി ആവും. കോപ്പിയൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ പേസ്റ്റ് ചെയ്യാം, നേരത്തെ കണ്ട പോലെ PO ക്യാപിറ്റൽ PO ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് എത്രയെങ്കിലും സ്പെസിഫിക് നമ്പർ ഓഫ് വേർഡ്സ് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ നമ്പർ അവിടെ കൊടുത്തിട്ട് സ്മോൾ ലെറ്റർ ഡിയും ഡബ്ല്യൂയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വേർഡ്സ് ഒരുമിച്ച് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡബ്ല്യു അടിക്കുകയാണ്. ഡബ്ല്യു അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഓരോ വേർഡ്സും മുമ്പോട്ട് ഫോർവേഡായി പോകും. ഒരു ക്യാരക്ടറല്ല, ഓരോ വേർഡ്സും കംപ്ലീറ്റ് മുമ്പോട്ട് ഫോർവേഡായി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ബി ആണ് അടിക്കുന്നതെങ്കിൽ ഓരോ വേർഡ്സും ബാക്കിലോട്ട് കേഴ്സർ മൂവ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈഡ് നമ്പർ ഓഫ് വേർഡ്സ് ആണ് ഒറ്റയടിക്ക് മുമ്പോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, എനിക്കിപ്പോൾ 3 വേർഡ്സ് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ 3W എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫസ്റ്റ് വേർഡിൻ്റെ അവിടെ നിന്നു, അത് കഴിഞ്ഞ് 3 വേർഡ്സ് കഴിഞ്ഞ് 4th വേർഡിൻ്റെ അവിടെയാണ് ഇപ്പോൾ കേഴ്സർ വന്നത്. ഇനി നമുക്ക് ഒരു വേർഡ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ള വേർഡ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിയും ഡബ്ല്യൂയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. DW കണ്ടില്ലേ, ട്രിവാൻഡ്രം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയി. ഇനി നമുക്ക് കോപ്പി 1 വേർഡ്, ഇപ്പോൾ നമുക്ക് കോപ്പി 1 വേർഡ് ചെയ്യണമെങ്കിൽ YW കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ആയി കിട്ടും. അതായത് YW കൊടുത്ത് കോപ്പി ആയി. നമുക്ക് ഇനി ഇത് എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് P പ്രസ് ചെയ്യാം. P പ്രസ് ചെയ്ത് കണ്ടില്ലേ, അവിടെ തന്നെ അത് യാങ്കായി വരെയാണ്. ആ അവിടെ കേഴ്സർ നിൽക്കുന്ന അവിടെ തന്നെ അത് യാങ്കായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഡിലീറ്റ് സ്പെസിഫൈഡ് നമ്പർ ഓഫ് വേർഡ്സ് ആണ്. അതായത് എത്രയെങ്കിലും വേർഡ്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 3 വേർഡ്സ് ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ലിനക്സ് സെക്കൻഡ് ലൈനിൽ ലിനക്സ് എന്നുള്ള ഒരു വേർഡിൻ്റെ അവിടെയാണ് ഇപ്പോൾ കേഴ്സർ നിൽക്കുന്നത്. നമുക്കിപ്പം ഒരു 3 വേർഡ്സ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം 3DW എന്ന് കൊടുക്കുക. 3DW കണ്ടില്ലേ, അവിടെ നിന്ന് 3 വേർഡ്സ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഫോർവേഡും ബാക്ക്വേഡും മൂവ് ചെയ്യാനും സ്പെസിഫൈഡ് നമ്പർ ഓഫ് വേർഡ്സ് ഡിലീറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഉള്ള ഓപ്ഷൻസ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സാണ് അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് VAയുടെ. അപ്പോൾ ഈ കമാൻഡ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കി നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ സെഷനിലെല്ലാം പറഞ്ഞ പോലെ ലിനക്സിൻ്റെ ഒരു പവർ യൂസേജ് വരുമ്പോൾ ഒരു സെർവർ സൈഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് VA എഡിറ്റർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഒന്നും കിട്ടില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം എഡിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ അത്യാവശ്യം ബേസിക് കമാൻഡ്സ് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ വെറുതെ ഇതിൽ കേഴ്സറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസ് ചെയ്താലൊന്നും നമ്മൾ ആവശ്യമുള്ള രീതിക്കൊന്നും കേഴ്സർ പോവുകയോ നമുക്കൊരു പുതിയ ഒരു വാക്ക് പോലും നമുക്കിതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, ഒരു കോൺഫിഗറേഷൻ ഫയലിൽ പോലും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, നമ്മൾ വെറുതെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡോ ടൈപ്പ് ചെയ്യുന്ന രീതിയിലൊന്നും കേഴ്സറും മൗസൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോവില്ല. അപ്പോൾ ഇത്രയും കമാൻഡ്സ്, ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് മാത്രമാണ്, ഞാനൊരു ബിഗിനർ ലെവലിൽ പഠിക്കാൻ പറ്റുന്ന കമാൻഡ്സ് മാത്രമാണ് VAയുടെ എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും കമാൻഡ്സ് എങ്കിലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് മറന്നു പോകും പിന്നീട്. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ VAയുടെ കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം.